അതിൽ ഒരു ടെക്നിക്കൽ സെഷന്റെ അറ്റൻഡൻസ് മാത്രം എടുത്തു വെച്ചിട്ട് 600 പേർ മാത്രമാണ് പങ്കെടുത്തത്. ആളുകൾ കുറഞ്ഞുപോയി. പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ തന്നെ. കുറഞ്ഞുപോയി. ഇപ്പോൾ CPM പോലുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, CPM-ന്റെ കാര്യം വിശേഷിച്ച് ഞാൻ പറയാം, ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. എങ്കിലും CPM പോലുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം CPM സംഘടിപ്പിച്ച ഒരു പരിപാടി ആയിരുന്നെങ്കിൽ 6 ലക്ഷം പേരുണ്ട് പാർട്ടി മെമ്പർമാർ. അനുഭാവികളെല്ലാം കൂടെ ചേർന്ന് ഒരു 4 ലക്ഷം പേരുണ്ട്. അത് നിറയ്ക്കുന്നതിന് വലിയ താമസമൊന്നുമില്ല. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആളുകൾ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള മുഴുവൻ ആളുകൾ പങ്കെടുത്തു. എന്നാൽ ഇന്ന് നടന്ന മറ്റ് സംഗമത്തിലെ ഒരൊറ്റ നേതാക്കന്മാർ പോലും, ജാതി സംഘടനകളുടെ ഒരൊറ്റ ആൾ പോലും പങ്കെടുത്തില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് അത് വളരെ കൗതുകകരമായി തോന്നി എനിക്ക്. കാരണം സർക്കാർ കൊട്ടിഘോഷിച്ച് 3000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ CPM-ന്റെ ആളുകൾ പോലും പങ്കെടുത്തില്ല. അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പോലും പങ്കെടുക്കുന്നില്ല. 3000 പേര് പ്രതീക്ഷ സ്ഥലത്ത് 463 പേരാണ് വന്നത്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ, യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ, ഔദ്യോഗികമായിട്ടുള്ള ക്ഷണക്കത്ത് പോലും ഇല്ലാതെ, ആരെയും അങ്ങനെ പോയി ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയിൽ 10,000-കണക്കിന് ആളുകൾ വന്നു. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ വരെ അത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സ്വാമിമാർ എന്തൊക്കെയാണ് പ്രസംഗിച്ചത് എന്നൊക്കെ അവർ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് പരിപാടിയാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത്, ഏതിലേക്കാണ് ആളുകൾ ഒഴുകിയെത്തിയത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണല്ലോ. പോയേ കയ്യിൽ നിന്ന് പോയേ പിന്നെ